ഒരു ദിവസമെങ്കിലും ആണായിട്ട് ജനിക്കണം അല്ലെങ്കിൽ ആണായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കാത്ത ഏതെങ്കിലും പെൺകുട്ടികളുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. ഞാൻ പലതവണ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരാണായി ജനിച്ചിരുന്നെങ്കിൽ. എന്തൊക്കെ കഷ്ടപ്പാടാണ്. ഇനിയിപ്പോൾ വേദനയുടെ കാര്യമായിക്കോട്ടെ, സഹിക്കുന്ന കാര്യമായിക്കോട്ടെ, ക്ഷമയുടെ കാര്യമായിക്കോട്ടെ, സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യമായിക്കോട്ടെ, ഏതിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും ഒരു സ്ത്രീ അഡ്ജസ്റ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് കൂടുതൽ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്ത് കാര്യം എടുക്കുകയാണെങ്കിലും. ഇപ്പോൾ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ കസിൻസൊക്കെയും കൂടുതലും ബോയ്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കും നമുക്കും ആ വളർന്നു വരുന്ന ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, അത് മനസ്സിലാവുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പെണ്ണായി ജനിക്കണ്ടായിരുന്നു എന്ന് ആ സമയത്ത് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അമ്മയ്ക്ക് ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ 2 പെൺകുട്ടികളെ പ്രസവിച്ചതിൻ്റെ പേരിൽ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ തീർച്ചയായിട്ടും എൻ്റെ അമ്മയ്ക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അമ്മ പറയായിരുന്നു കേട്ടോ, അമ്മയുടെ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സമയത്തെ അമ്മയുടെ വാർഡിൽ അമ്മയുടെ ബെഡിൻ്റെ ഇപ്പുറത്തുള്ള ഒരു സ്ത്രീ, ആരാണെന്നൊന്നും അറിയില്ല, ആ സ്ത്രീ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള കാര്യം. അമ്മ അതിൽ തന്നെയായിരുന്നു കേട്ടോ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആരായാലും ഒരു കുഴപ്പമില്ല, നമുക്ക് നമ്മൾ നോക്കാനുള്ളവരാണെങ്കിൽ നമ്മളെ നോക്കും, നമ്മളെ സ്നേഹിക്കാനുള്ളവരാണെങ്കിൽ നമ്മളെ സ്നേഹിക്കും. അപ്പോൾ ആൺകുട്ടിയായാലും പെൺകുട്ടി ആയാലും നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, ഒരു ജോലിയാക്കി കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു കേട്ടോ അവർ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്, എൻ്റെ പേരൻസ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വേണ്ടതിലധികം വിദ്യാഭ്യാസം, അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന അത്രയും വിദ്യാഭ്യാസം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. വേണ്ടതിലധികം എന്ന് പറയാൻ വിദ്യാഭ്യാസം ഒരിക്കലും അധികമായി പോവില്ലല്ലോ, പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ് കേട്ടോ. നമ്മൾ ആഗ്രഹിച്ച അത്രയും ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ജോലിയും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇത് ചിന്തിക്കുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ വിവരമില്ലാത്തത് കൊണ്ടാണ് ശരിക്ക് പെൺകുട്ടി ആയിപ്പോയതിൻ്റെ പേരിൽ സ്ത്രീകളെ എന്തിനാണ് അല്ലേ കുറ്റപ്പെടുത്തുന്നത്. കാരണം സ്ത്രീകൾക്ക് അതിൽ പങ്കില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ. അത് ചിന്തിക്കേണ്ട കോമൺ സെൻസ് വരെ ആ കാലത്തെ ജനറേഷനിലുള്ള ആൾക്കാർക്ക് ഉണ്ടായിരുന്നില്ല. നാട്ടുകാരായിക്കോട്ടെ എല്ലാവർക്കും ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾക്ക് ജന്മം നൽകിയ പാരൻസ് ഉണ്ടാവുമല്ലോ, അവർക്ക് ശരിക്കും ഒരു ഇച്ചിരി പുച്ഛാണ്. കാരണം അവർക്ക് ബാധ്യതയാണ്. ഇങ്ങനെയൊക്കെയാണ് ശരിക്കും അവരോട് പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പക്ഷേ അങ്ങനെ ഞങ്ങൾ പെൺകുട്ടി ആയതുകൊണ്ട് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു കുറവ് ഞങ്ങളെ അറിയിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് വളർത്തി. ഞങ്ങൾക്ക് നല്ല ഫ്രീഡമൊക്കെ തന്നു. ഞങ്ങൾ മാക്സിമം നല്ല ഹാപ്പി ആക്കിയിട്ട് തന്നെയാണ് ഞങ്ങളുടെ പാരൻസ് ഞങ്ങളെ വളർത്തിയത് കേട്ടോ. പക്ഷേ തീർച്ചയായിട്ടും പെൺകുട്ടി ആയിട്ട് ജനിച്ചതിൻ്റെ പേരിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നമ്മൾ ഫ്രീഡമൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുമല്ലേ. ഇനിയിപ്പോൾ മുതിർന്നവരായിക്കോട്ടെ, നമ്മളെക്കാളും ഏജ് ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ ഇരിക്കുന്നതിന് പോലും നിൽക്കുന്നതിന് പോലും നടക്കുന്നതിന് പോലും ജഡ്ജ് ചെയ്യുന്നൊരു കാലഘട്ടത്തിലായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഒരു 90 കിഡാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ അത് ഭയങ്കര കൂടുതലായിരുന്നു കേട്ടോ. ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, ഇങ്ങനെ നടക്കാൻ പാടില്ല, ഇങ്ങനെ കൂട്ടുകൂടാൻ പാടില്ല, ഇങ്ങനെ ഒരുപാട് ഉപദേശങ്ങൾ പാരൻസിൽ നിന്ന് മാത്രമല്ല കേട്ടോ. പാരൻസിൽ നിന്ന് എനിക്ക് അത്രക്ക് ഒരു ഇതായിട്ട് തോന്നിയിട്ടില്ല. കാരണം അവർ ഞങ്ങളോട് മാക്സിമം ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു. ഏറ്റവും കൂടുതൽ നമ്മളിത് ഫേസ് ചെയ്തത് റിലേറ്റീവ്സിൻ്റെ ഇടയിൽ നിന്നും മുതിർന്ന ആൾക്കാർ, അതായത് നമ്മളുടെ അമ്മമ്മയുടെ ഒക്കെ ഏജ് ഉണ്ടാവില്ലേ, അത്തരം ആൾക്കാർ, വല്യമ്മയുടെ ഏജൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള വലിയ ആൾക്കാരിൽ നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വന്നത് കേട്ടോ. അപ്പോഴേ ഞാൻ ഇതിനൊക്കെ ചോദ്യം ചെയ്യായിരുന്നു, എന്തുകൊണ്ട് എന്ന്. അപ്പോൾ ഒരു തന്നിഷ്ടക്കാരി എന്നുള്ള ഒരു പേര് എന്നരേ അവിടെ തന്നെ വന്നിട്ടുണ്ടാവുമല്ലോ, നമുക്ക് ഊഹിക്കാമല്ലോ. അങ്ങനെ ആ കാലഘട്ടത്തിൽ ശരിക്കും എന്താ പറഞ്ഞാൽ എന്തുകൊണ്ട് എന്ന് ആരും ചോദിക്കാനായിട്ട് പാടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരുപാട് ആ ഒരു കാലഘട്ടം എന്ന് വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് ഞങ്ങളുണ്ടാവുന്ന ആ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടും ഒരുപാട് നാൾ വരേക്കും ഈ പെൺകുട്ടികൾ ജനിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പുരികം ചുളിച്ച് കാണുന്ന ആൾക്കാർ ഒരുപാട് ജനറേഷൻ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഒരു കാഴ്ചപ്പാടായിരുന്നു എന്ന് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു ആൺകുട്ടി ആയിരുന്നെങ്കിൽ ഇതൊന്നും അറിയണ്ടല്ലോ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളുടെ പീരീഡ്സ് സമയത്ത് ഉണ്ടാകുന്ന സിവിയർ ആയിട്ടുള്ള പെയിൻ, അതൊക്കെ വരുമ്പോൾ ഞാൻ വിചാരിക്കും ആൺകുട്ടികൾക്കൊക്കെ എന്തൊരു സുഖമാണ്, അവർക്ക് ഇങ്ങനത്തെ പെയിനൊന്നും ഇല്ലല്ലോ. പിന്നെ പീരീഡ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ, നമുക്ക് ആ ഒരു കാലഘട്ടത്തിലൊക്കെ എന്താ പറയുക വെച്ചാൽ നമ്മളുടെ ഒരു സ്വാതന്ത്ര്യം ഒന്നുകൂടെ കുറയും. അതിപ്പോൾ പാരൻസ് ആയാലും ആൺകുട്ടികളുടെ കൂടെ കളിക്കുന്ന കാര്യമായാലും ഒക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഭീതിയോടെയായിരുന്നു നോക്കി കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ആൺകുട്ടികളായിരുന്നു ഇങ്ങനെ കളിക്കായിരുന്നു, അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു പെൺകുട്ടി ആയതിൽ എനിക്ക് അഭിമാനം തോന്നിയത് എപ്പോഴാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ
വിവാഹം കഴിയുന്ന സമയത്തും അല്ല കേട്ടോ, വിവാഹം കഴിക്കുന്ന സമയത്തും ഞാൻ ആലോചിച്ചിട്ടുണ്ട് ആൺകുട്ടിയൊക്കെ എന്തൊരു സുഖമാണ്, അവർക്ക് അവരുടെ വീട്ടിൽ തന്നെ നിൽക്കാമല്ലോ. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പുന്നാരിച്ച് വളർത്തി ഞങ്ങളുടെ പാരൻസിനെ വിട്ടിട്ട് വേറൊരു വീട്ടിലേക്ക് പോകണം, അയ്യോ പിന്നെ തിരിച്ച് ഞങ്ങളുടെ അമ്മയൊക്കെ കാണണമെങ്കിൽ അവിടെയുള്ള പാരൻസിൻ്റെ പെർമിഷൻ വാങ്ങണം, ഇനി വേറെ മുതിർന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ പെർമിഷൻ വാങ്ങണം, എൻ്റെ അമ്മോ നാട്ടുകാരുടെ പെർമിഷൻ വാങ്ങിക്കണം, എന്തൊക്കെയാണ്. എനിക്ക് അതൊക്കെ ഭയങ്കര പെയിൻഫുള്ളായിട്ടായിരുന്നു കേട്ടോ തോന്നിയത്. നമ്മൾ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ, എനിക്ക് ഇപ്പോഴും ആലോചിച്ച് എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കുടുകൂടാ വെള്ളം വരും കേട്ടോ. അങ്ങനത്തെ ഒരു വീഡിയോ കണ്ടാൽ കൂടി എനിക്കങ്ങനെ വരും. അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ശരിക്കും പറഞ്ഞാൽ പെണ്ണിന് ആണിൻ്റെ അടുത്തേക്കും കെട്ടിച്ചു വിടണ്ട, ആണിന് പെണ്ണിൻ്റെ അടുത്തേക്കും കെട്ടിച്ചു വിടണ്ട, രണ്ട് പരിപാടിയും വേണ്ട. നേരെ മറിച്ച് കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് അവരവരുടെ ആവശ്യത്തിന് കല്യാണം കഴിക്കുന്ന പോലെ ആയിരിക്കണം. ഒന്നുകിൽ സ്വന്തമായി വീടെടുത്തിട്ട് എടുക്കുക, എങ്ങനെ, അതായത് രണ്ട് പാരൻസിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന തരത്തിലായിരിക്കുക, അതേപോലെ പാർട്ട്നേഴ്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന തരത്തിലായിരിക്കുക എന്നുള്ളത് എന്തെങ്കിലും മാറിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനത് എൻ്റെ ഹസ്ബൻഡിനോട് ഒരുപാട് സംസാരിക്കുന്നതാണ് കേട്ടോ. അവിടെയും ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഞാൻ ഒരാണായിരുന്നെങ്കിൽ എന്ന്. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രഗ്നൻസി ഡിലേ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഇൻഫെർട്ടിലിറ്റിയുടെ ഇഷ്യൂസ് ഫേസ് ചെയ്തിരുന്ന സമയത്ത് ഒക്കെയും പഴി കേൾക്കേണ്ടി വരുന്നത് സത്യം പറഞ്ഞാൽ നമുക്കാണല്ലോ. ശരിക്കും പറഞ്ഞാൽ ഏട്ടൻ്റെ പാരൻസിൻ്റെ അടുത്തൊന്നും എനിക്ക് പഴിയൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. പാരൻസിനായിരിക്കില്ല, അവരെക്കാളും ആകാംക്ഷ മറ്റു പലർക്കും ആയിരിക്കുമല്ലോ. അങ്ങനെ കേൾക്കേണ്ടി വന്നപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പെണ്ണായി പോയതുകൊണ്ട് എന്തൊക്കെ അനുഭവിക്കണമെന്ന്. അതിന് വേണ്ടിയിട്ട് ശാരീരികമായിട്ട് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അനുഭവിച്ച പെയിനും കാര്യങ്ങളും ഒക്കെ ഫേസ് ചെയ്തപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പെണ്ണായി പിറന്നത് കൊണ്ടല്ലേ ഇത്രയും അനുഭവിക്കേണ്ടി വന്നത് എന്ന് കേട്ടോ. ഇനി ഇതൊക്കെ കഴിഞ്ഞ് പ്രഗ്നൻ്റായ ആ നിമിഷം ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഒരു പുരുഷനേക്കാളും ആ ഒരു സന്തോഷത്തിൻ്റെ പീക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ശരിക്കും ഒരു സ്ത്രീക്കായിരിക്കും തോന്നുന്നു. അതുപോലെ കുഞ്ഞുവാവ വയറിൽ നിന്ന് നമുക്ക് തരുന്ന കുഞ്ഞു ചവിട്ടും ഇടിയൊക്കെ തരുമ്പോഴുള്ള ആ ഒരു ഫീലിംഗ്, അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരമ്മ ആയ ആ ഒരു നിമിഷം ഉണ്ടല്ലോ, പ്രഗ്നൻസി മുതൽ നമ്മളുടെ ഡെലിവറി വരെയുള്ള ആ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, അതിൽ എനിക്ക് ഭയങ്കരമായിട്ട് പ്രൗഡ് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ പ്രഗ്നൻസി ഭയങ്കര സ്മൂത്തായിട്ടുള്ളൊരു പ്രഗ്നൻസി ആയിരുന്നു, ഫുൾ പെയിൻഫുള്ളായിട്ടുള്ളൊരു പ്രഗ്നൻസി ആയിരുന്നു. ആലോചിക്കുമ്പോൾ തന്നെ നമ്മളുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന തരത്തിലുള്ള പെയിനുകൾ സഹിച്ചിട്ടുള്ളൊരു പ്രഗ്നൻസി ആയിരുന്നു എൻ്റെത്. എന്നാൽ കൂടി എൻ്റെ മോനെ ആദ്യമായിട്ട് കണ്ട ആ ഒരു നിമിഷം ഉണ്ടല്ലോ, അപ്പോൾ ഞാനൊരു അമ്മയായതിൽ, ഒരു സ്ത്രീ ആയതിൽ ഞാൻ ഒരുപാട് അഭിമാനിച്ചു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഈ നിമിഷം ഞാൻ പറയാം, ഒരു പെണ്ണായി പിറന്നതിൽ ഇപ്പോൾ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് കേട്ടോ. കാരണം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ ആണ് പെണ്ണ് എന്നൊന്നുമില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ പാരൻസിനെ നോക്കുന്ന കാര്യമായിക്കോട്ടെ, സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യമായിക്കോട്ടെ, ഇത് നമുക്ക് തരുന്നില്ലെങ്കിൽ നമ്മൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. സ്വാതന്ത്ര്യം ആരും തരേണ്ട ആവശ്യമൊന്നുമില്ല, അത് നമുക്ക് തന്നെ നേടിയെടുക്കാനുള്ള കെൽപ്പും ക്യാപ്പബിലിറ്റിയും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ. നമ്മൾ തെറ്റുള്ളിടത്ത് ചോദ്യം ചെയ്യുക തന്നെ വേണം. ഇപ്പം നമുക്ക് നമ്മുടെ പാരൻസിൻ്റെ അടുത്ത് പോകാനായിക്കോട്ടെ, എന്ത് കാര്യത്തിനായിക്കോട്ടെ, ഒരാളുടെയും കാല് പോയി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് നമ്മളുടെ പാർട്ട്ണർ നമ്മളെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ വേണ്ടൂ. നമ്മൾ പോകുമ്പോൾ പറയാം, അത്ര തന്നെ. അതുപോലെ തന്നെ പുരുഷനും സ്ത്രീക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെയാണ് ഉള്ളത്. അത് നമ്മൾ മനസ്സിലാക്കുക, പാർട്ട്ണർ ആയിട്ട് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പാരൻസിനെ ആയാലും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇന്നത്തെ കുറേ പാരൻസൊക്കെ മനസ്സിലാക്കുന്ന പാരൻസ് തന്നെയാണ്. പിന്നെ അല്ലാതെ പ്രശ്നക്കാരായിട്ടുള്ള പാരൻസ് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ അത് അവരുടെ മാത്രം കാഴ്ചപ്പാടാണ്. അത് ഒന്നിക്ക് പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കുക. നമ്മളുടെ പാരൻസിനെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞത് തെറ്റാണെന്ന് എവിടെയും ആരും പറയില്ല. അത് പറഞ്ഞ് അത് സമ്മതിച്ചു കൊടുക്കേണ്ട ആവശ്യം നോക്കിയില്ലല്ലോ അല്ലേ. അപ്പോൾ ഒരു പെണ്ണായി പറഞ്ഞതിൽ എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് സങ്കടപ്പെടാനൊന്നുമില്ല. എല്ലാ സ്വാതന്ത്ര്യവും എല്ലാം ഉണ്ട്. അതോടൊപ്പം ഒരു ബോണസും കൂടിയാണ്, നമുക്കൊരു അമ്മയാവാൻ കഴിയുന്നു. അല്ലെങ്കിൽ നമുക്കെല്ലാം കൂടുതലല്ലേ, ക്ഷമ കൂടുതലാണ് അല്ലേ, എല്ലാം സഹിക്കാനുള്ള കഴിവ് കൂടുതലാണ്, വേദനകൾ സഹിക്കാനുള്ള കഴിവ് കൂടുതലാണ്. നമ്മൾ പൊളിയല്ലേ. അതുകൊണ്ട് ഇപ്പം ഞാൻ പറയുകയാണ്, ഞാനൊരു പെണ്ണായതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് കേട്ടോ. ഒരു പെണ്ണായിട്ട് തന്നെ എനിക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നുമുണ്ട്. കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് ഇതുപോലെ ഒരു കെട്ടിയോനും ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട, അടിപൊളി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ.